അതെ, അമ്മ തന്നെയാ. എന്താ ഇവിടെ നടക്കുന്നേ? അതമ്മേ. എന്താടാ? വല്ല ഉറങ്ങാൻ കിടക്കായിരുന്നു, പക്ഷെ പെട്ടെന്ന് വീണ്ടും വിശന്നു. നിക്കടാ, അങ്ങനെ വിശക്കാൻ മാത്രം സമയമായില്ലല്ലോ നീ ആഹാരം കഴിച്ചിട്ട്. ഇതാർക്കട ചോറ്? ഇതല്ലേ ഞാനും ചോദിച്ചോണ്ടിരിക്കുന്നത്. വീണ്ടും വിശപ്പ് വന്നു. ഞാൻ നോക്കിയപ്പോ ഒരാള് ഒളിച്ചും ബാത്തും നടന്നു വരിക. കള്ളനാണെന്ന് ആദ്യം കരുതിയത്. അത് ആരെയും ഉണർത്തണ്ടെന്ന് കരുതി, അതാ ശബ്ദം ഉണ്ടാക്കാതെ വന്നേ. ഭക്ഷണം കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷേ നീ ആഹാരം കഴിച്ചിട്ട് അധിക സമയമായില്ലല്ലോ. അതാ ഞാനും ചോദിച്ചത്. സാധാരണ കുറച്ച് ഭക്ഷണമല്ലേ നീ കഴിക്കാറുള്ളൂ, ഇപ്പൊ എന്തിനാ ഈ ചോറ്? നിങ്ങൾ പറയുന്നത് ശരി തന്നെയാ, പക്ഷെ ഇതിപ്പോ ദേവിക്ക് വേണ്ടിയാ. ദേവിക്കോ? എന്താണ് നീ പറഞ്ഞേ? ദേവി എവിടെയോ അകന്ന് നിൽക്കല്ലേ. നിങ്ങക്ക് ചിലപ്പോ എന്റെ അവസ്ഥ മനസ്സിലാവില്ല. അവൾ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്നതൊക്കെ വേറെ കാര്യം. എന്നെ സംബന്ധിച്ച് അവളെന്റെ ഭാര്യ. ഞാൻ താലി കെട്ടിയ പെണ്ണ്. അവൾ എവിടെയാ? ജീവനോട് തന്നെ ഉണ്ടോ? അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആഹാരം കഴിക്കുന്നുണ്ടോ? എന്തൊക്കെയുള്ള ആദ്യം എനിക്ക്. നിനക്ക് എന്താടാ പറ്റിയേ? ഇതാണ് ചോദ്യം. എനിക്കെന്താ പറ്റിയെന്ന് എനിക്ക് തന്നെ അറിയില്ല ചേച്ചി. ഞാൻ ആഹാരം മുറി കൊണ്ടുപോകുന്ന എന്തിനാന്ന് വെച്ചാ അവിടെ ചെന്നിരുന്ന് ദേവി ഞാനും കഴിക്കുന്നതായി സങ്കല്പിച്ച് ആഹാരം കഴിക്കാനാ. ഞാൻ അവൾക്ക് ആഹാരം കൊടുക്കുന്നതായി കരുതി ഞാൻ കഴിക്കും. അതെന്റെ സമാധാനത്തിന് വേണ്ടിയാ, അവൾ എവിടെയോ ഉണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാ. പ്രഭ, ഈ ഒരു അവസ്ഥയിൽ അവൻ അങ്ങനെ ചെയ്തോട്ടെ. അവൻ മുറി പോയിരുന്ന് കഴിക്കണമെങ്കിൽ അവൻ കഴിച്ചോട്ടെ. നീ റൂമിൽ പോയിരുന്ന് കഴിയടാ. എന്തായാലും അവളെ മറക്കാൻ വയ്യല്ലേ. അവളെവിടെയോ മറിഞ്ഞിരിക്കുന്നുണ്ട്, പക്ഷെ നിനക്ക് അവളെ സങ്കല്പിച്ച് ഊട്ടണം. നീ റൂമിലേക്ക് ചെല്ലേ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.